നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കൂരോപ്പടയിൽ 3 മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെ 6 കടകളിൽ മോഷണം. 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. അന്വേഷണം ഊർജിതമാക്കി പാമ്പാടി പോലീസ്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. കങ്ങഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. 33 ലക്ഷം രൂപ ചെലവ്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ത്രീകൾക്കും സഞ്ചാരികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം MG സർവകലാശാലയ്ക്ക്. താരങ്ങൾക്ക് കോട്ടയത്ത് ഉജ്ജ്വല സ്വീകരണം. ടീമിനെ സ്വീകരിക്കാൻ വൈസ് ചാൻസലർ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. വാർത്തകൾ വിശദമായി. കൂരോപ്പടയിൽ കടകളിൽ മോഷണം. 3 മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെ 6 കടകളിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പാടി ഭാഗങ്ങളിൽ മോഷണം നടത്തിയിരുന്ന സംഘം തന്നെയാകാം ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂരോപ്പടയിൽ നിരവധി കടകളിൽ മോഷണം. 3 മെഡിക്കൽ സ്റ്റോറുകൾ, നീരജ് ഇലക്ട്രിക്കൽ കട, പച്ചക്കറി കട, ഒരു പലചരക്ക് കട ഉൾപ്പെടെ 6 കടകളിലാണ് മോഷണം നടന്നത്. കൂരോപ്പട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന താന്നിക്കൽ മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ സ്റ്റോർ, മോഡേൺ മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിൽ മോഷണം നടന്നു. താന്നിക്കൽ മെഡിക്കൽ സ്റ്റോറിലെ ഡ്രോയറിൽ സൂക്ഷിച്ചിരുന്ന 6,000 രൂപ നഷ്ടപ്പെട്ടതായി ഉടമ സോണി പറഞ്ഞു. എല്ലാവർക്കും കൂടി ഒരു 20 രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട്. നമ്മുടെ കടയിൽ തന്നെ ഒരു 6,000, പിന്നെ അപ്പത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു 4,000, അങ്ങനെ എല്ലാം കൂടി ഒരു 10-20 രൂപയോളം പോയിട്ടുണ്ട് മോഷണം നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1:30-നും 3:00 ആയിരിക്കണം മോഷണം. സമീപത്തുള്ള മില്ലിൽ നിന്നും കമ്പിപ്പാരയെടുത്താണ് താഴുകളെല്ലാം കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. CCTV ക്യാമറകളെടുത്ത് സ്ഥാനം മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പാടി, കോത്തല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ മോഷണം നടന്നിരുന്നു. ഇതേ സംഘം തന്നെയാണോ മോഷണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. കൂരോപ്പടയുടെ ഹൃദയഭാഗമായ കൂരോപ്പട ജംഗ്ഷനിലെ കടകളിൽ നടന്ന മോഷണം നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കുകയും കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് ജനപ്രതിനിധി അനിൽ കൂരോപ്പട പറഞ്ഞു. 6 കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. 3 മെഡിക്കൽ സ്റ്റോറുകൾ, ഒരു പച്ചക്കറി കട, ഒരു ഇലക്ട്രോണിക്സ് കട, അതുപോലെ തന്നെ ഒരു പലചരക്ക് കട. ഇത്രയും സ്ഥലങ്ങളിൽ പുലർച്ചെ ഒരു 2:30-നും 3:30-നും ഇടയ്ക്കായിട്ട് നടന്നതായിട്ടാണ് CCTVയുടെ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. കാരണം ഇതൊരു സംഘം ചേർന്നാണ്, ഒറ്റയ്ക്കാണോ എന്നുള്ളതൊന്നും പിടികിട്ടിയിട്ടില്ല. എങ്കിലും പാമ്പാടി SHOയുടെ നേതൃത്വത്തിൽ പോലീസ് ഗൗരവമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു 10,000-ലേറെ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം ആശങ്കയിലാണ്. കാരണം പ്രത്യേകിച്ച് കൂരോപ്പട പഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയമായ കൂരോപ്പട കവലയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്ന് വളരെ ശക്തമായ ആവശ്യമാണ് ഞങ്ങൾ ജനപ്രതിനിധികൾക്കെല്ലാം ഉന്നയിക്കാനുള്ളത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30-നും 3 മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പാമ്പാടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കങ്ങഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ത്രീകൾക്കും സഞ്ചാരികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. കങ്ങഴ ഗ്രാമപഞ്ചായത്ത് ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൽ മൂലേപ്പിടികയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കോഫി ഷോപ്പ്, ഭിന്നശേഷി സൗഹൃദ ശൌചാലയം എന്നീ സൗകര്യങ്ങളോടുകൂടി 33 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കും സ്ത്രീകൾക്കും പ്രയോജനം ചെയ്യുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ടൂറിസം മേഖലയുടെ വികസനത്തിനടക്കം ടേക്ക് എ ബ്രേക്ക് പോലുള്ള വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. നിശ്ചയമായും സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും സ്ത്രീകൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് കങ്ങഴ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മിക്ക സ്ഥലത്തും ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങൾ ഇന്ന് നിർമ്മിച്ചു വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇത് ടൂറിസം മേഖലയിലും വലിയ രൂപത്തിൽ അനിവാര്യമായ ഒരു ഘടകമെന്ന രൂപത്തിൽ സംസ്ഥാനത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ടൂറിസം വകുപ്പുമെല്ലാം ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ. ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K മണി, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം, വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP റെജി, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ഫിലിപ്പ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ സാജു, MA ആന്ത്രയോസ്, വത്സലകുമാരി, കുഞ്ഞമ്മ, പഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ പ്രീത ഓമനക്കൂട്ടൻ, സെക്രട്ടറി TS മുഹമ്മദ് റഖീബ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല
വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മഹാത്മാഗാന്ധി സർവകലാശാല ടീമിന് ഉജ്ജ്വല വരവേൽപ്പ്. സിൻഡിക്കേറ്റ് യോഗം നിർത്തിവെച്ചാണ് വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാറും സിൻഡിക്കേറ്റിലെ മറ്റ് അംഗങ്ങളും കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ടീമിനെ സ്വീകരിക്കാൻ എത്തിയത്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മഹാത്മാഗാന്ധി സർവകലാശാല ടീമിന് ഊഷ്മള വരവേൽപ്പ്. കോട്ടയത്തെ ട്രെയിനിൽ നിന്നിറങ്ങിയ താരങ്ങളെ കരഘോഷത്തോടെ വൈസ് ചാൻസലർ CT അരവിന്ദ്കുമാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. പൂക്കളും മധുരവും സമ്മാനിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം അഖിലേന്ത്യാ വനിതാ വോളിബോൾ കിരീടം നേടിയത് സർവകലാശാലയുടെ 40ാം വാർഷികാഘോഷ വേളയിലായത് കൂടുതൽ സന്തോഷം പകരുന്നതായി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാർ പറഞ്ഞു. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അഭിനന്ദനങ്ങളും. നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ 40 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഫോർമേഷൻ കഴിഞ്ഞിട്ട് 40ാം വാർഷികം നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്ന സമയമാണ്. അപ്പോൾ 40ാം വാർഷികത്തിൽ ഉള്ള ഒരു പൊൻതൂവലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം വലിയ അഭിമാനമാണ് കൊണ്ടുതന്നിരിക്കുന്നത്. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ കോച്ചസിൻ്റെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എൻ്റെ ക്യാപ്റ്റനെ അഭിനന്ദിക്കുന്നു. എല്ലാ കുട്ടികളെയും ഇതിനായിട്ട് വളരെയധികം നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, ഡോക്ടർ ബിജു തോമസ്, രജിസ്ട്രാർ ഡോക്ടർ K ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ടീം അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാകുന്നത്. 2-3 സെറ്റുകൾക്ക് ബംഗാളിലെ അഡാമസ് സർവകലാശാലയെയാണ് കലാശ പോരാട്ടത്തിൽ പാല അൽഫോൺസ കോളേജിലെ നിവേദിത ജയന്റെ നേതൃത്വത്തിലുള്ള ടീം തകർത്തത്. ചാമ്പ്യൻഷിപ്പിൽ സർവകലാശാലയുടെ 22ാം കിരീട നേട്ടമാണിത്. റോളി പതക്, അനന്യ ശ്രീ, MS വിഭ, S ആര്യ, V അഞ്ജന, K ആര്യ, അൽന രാജ്, ഏഞ്ചൽ തോമസ്, സ്നേഹ, രഞ്ജു ജേക്കബ്, അനീറ്റ ആന്റണി, നിവേദിത ജയൻ എന്നിവരാണ് ടീമിലുണ്ടായിരുന്നത്. V അനിൽകുമാറാണ് മുഖ്യ പരിശീലകൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ ഗോൾഡൻ ജൂബിലി ആഘോഷ സമാപനവും വാർഷിക സമ്മേളനവും ഈ മാസം 18, 19, 20 തീയതികളിൽ നടക്കും. സമാപന സമ്മേളനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ സമാപനവും സ്കൂൾ വാർഷികവും ഈ മാസം 18, 19, 20 തീയതികളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്ന ലക്ഷ്യത്തോടെ അർഹതപ്പെട്ടവർക്ക് നല്ലൊരു ഭവനം പദ്ധതി സാക്ഷാത്കരിക്കാനായി മ്യൂസിക്കൽ മെഗാ ഷോ നടത്തും. 19-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 3:30-ക്ക് LKG, UKG വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളുടെ കലാവിരുന്ന് നടക്കും. സി കേരള ചാനലിലെ സരിഗമപ സംഗീത പരിപാടിയിലൂടെ ശ്രദ്ധേയനായ സഞ്ജയ് V ഐസൺ സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുക്കും. 20-ാം തീയതിയാണ് ജൂബിലി സമാപന സമ്മേളനം. ഉച്ചകഴിഞ്ഞ് 3:30-ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ ജോസഫ് പുളിക്കൻ അധ്യക്ഷനാകും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, സ്കൂൾ മാനേജർ സിസ്റ്റർ ഡോക്ടർ ജാൻസി മരിയ SABS, പത്തനംതിട്ട MP ആന്റോ ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കും. ജൂബിലി സമാപനമായ 20-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3:30-ന് ബഹുമാന്യനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിരിക്കും. ഈ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിമന്യ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പിതാവ് അധ്യക്ഷപദം അലങ്കരിക്കുന്നു. ഈ വേദിയിൽ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സർ, സ്കൂൾ മാനേജർ സിസ്റ്റർ ഡോക്ടർ ജാൻസി മരിയ മഞ്ഞനാനിക്കൽ SABS കോൺഗ്രിഗേഷൻ്റെ ജനറൽ കൗൺസിലർ സിസ്റ്റർ റോസ് തെരേസ് SABS, സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവ്യർ കൊച്ചുപറമ്പിൽ, സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ആന്റണി മാർട്ടിൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്ററോസ് SABS എന്നിവരുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് വൈകുന്നേരം 6 മണിക്ക് വാരിയേഴ്സ് ഗ്രൂപ്പിന്റെ പരിശീലനത്തിൽ വിദ്യാർത്ഥികളുടെ നൃത്തച്ചുവടുകൾ അരങ്ങേറുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരം മലരിക്കൽ റോഡ് നവീകരണത്തിന് തുടക്കമായി. 5 കോടി രൂപ മുടക്കിയാണ് റോഡ് നവീകരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നവീകരണ ജോലികൾ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നബാർഡിൽ നിന്നുള്ള സഹായത്തോടെ 5 കോടി രൂപ മുടക്കി നവീകരിക്കുന്ന കാഞ്ഞിരം മലരിക്കൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വികസന മേഖലയിലെ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം പശ്ചാത്തല സൗകര്യങ്ങളിലെ വികസനമാണെന്നും LDF സർക്കാർ വന്നതിന് ശേഷം അടിസ്ഥാന മേഖലയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം വികസന മേഖലയിൽ വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്ന കാലമാണിത്. നമ്മുടെ മുന്നേറ്റം ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്നതാണ്. എല്ലാ മേഖലയിലും നമ്മൾ രാജ്യത്ത് ആദ്യ സ്ഥാനക്കാരായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ വികസന രംഗത്തെ കുതിപ്പിന് അടിസ്ഥാനമാകുന്ന ഒരു കാര്യം നമ്മുടെ പശ്ചാത്തല മേഖലയുടെ വികസനമാണ്. പശ്ചാത്തല വികസന മേഖലയുടെ റോഡുകൾ, പാലങ്ങൾ തുടങ്ങി ഓരോ രംഗത്തും നമുക്ക് മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട്. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ നേർക്കാഴ്ചയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാഞ്ഞിരം മലരിക്കൽ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളും തുറക്കുമെന്ന് കാഞ്ഞിരത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതകളെല്ലാം BM&BC നിലവാരത്തിൽ നിർമ്മിക്കാൻ സാധിച്ചെന്നും പഞ്ചായത്ത് റോഡുകൾ മാത്രമാണ് ഇനി ഈ നിലവാരത്തിൽ പൂർത്തീകരിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഈ റോഡ് ഏറ്റവും മനോഹരമായി തീരുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ പശ്ചാത്തല വികസന സൗകര്യം യാഥാർത്ഥ്യമാകുകയാണ്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളും നമുക്കിവിടെ ഉയർന്നു വരികയാണ്. ആ കൂട്ടത്തിൽ മറ്റൊരു റോഡ് കൂടി ഇപ്പൊ യാഥാർത്ഥ്യമാകുന്നത് പ്രസിഡന്റോട് സൂചിപ്പിച്ചു. അത് സാങ്കേതിക അനുമതിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 2 കോടി രൂപ അത് റീബിൽഡ് കേരളയിൽപ്പെടുത്തിയാണ് ആ ഫണ്ട് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട പാതകളെല്ലാം ഈ കാലഘട്ടത്തിൽ BM&BC നിലവാരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന ത്രോബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കാഞ്ഞിരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ VM ഹർദീൻ അഹമ്മദ്, ആൽബിൻ ജെയിംസ്, ആസിഫ് നവാസ്, MR വസുദേവ്, സംസ്ഥാന ടെന്നിക്കോട്ട് മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ ഹരികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. തോമസ് ചാഴികാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TC രാജേഷ്, KR അജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ രാമപുരം ഏഴാച്ചേരിയിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. ഏഴാച്ചേരി പള്ളിയാരടി സജിയുടെ കോഴിഫാമിലെ 625 കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തത്. ഫാമിൽ വളർത്താനായി എത്തിച്ച ഒരു ദിവസം പ്രായമായ 625 കോഴിക്കുഞ്ഞുങ്ങളെ അജ്ഞാത ജീവി ആക്രമിച്ച് കൊന്നു. രാമപുരം ഏഴാച്ചേരി പള്ളിയാരടി സജിയുടെ ഫാമിലെ കോഴിക്കുഞ്ഞുങ്ങളാണ് ചത്തത്. ഞായറാഴ്ച വൈകിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഫാമിൽ എത്തിച്ചത്. തിങ്കളാഴ്ച രാവിലെ സജി കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിരുന്ന ഷെഡിനുള്ളിൽ എത്തിയപ്പോഴാണ് അജ്ഞാത ജീവി കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലുന്നത് കണ്ടത്. സജി എത്തിയപ്പോൾ ജീവി പുറത്തേക്ക് ഓടി. വ്യക്തമായി കാണാൻ സാധിച്ചില്ല. മരപ്പെട്ടിയോ കാട്ടുപൂച്ചയോ ആണ് കോഴിക്കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് സജി പറയുന്നു. ഞായറാഴ്ച 14-ാം തീയതി ഒരു ഉച്ചയോടുകൂടി കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് നഷ്ടമായത്. പിറ്റേ ദിവസം രാവിലെ ഒരു 5:30 ഞാൻ ഫാമിൽ വന്നു. ഫാമിൽ വന്നു കഴിഞ്ഞപ്പം കതക് തുറക്കുന്ന ഒച്ച കേട്ടപ്പം കൂടിൽ നിന്ന് ഈ റൗണ്ടിൽ നിന്ന് പൂച്ച പോലൊരു ജീവി ചാടി ഓടി. ഞാൻ പുറകെ ഓടിയിട്ടൊന്നും കിട്ടിയില്ല. സാധനം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടില്ല. പൂച്ചയുടെ ഒരു സാമ്യമാണ് തോന്നിയത്. കാട്ടുപൂച്ചയാണോ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു റൗണ്ടിലുള്ള ഏകദേശം 600ഓളം കുഞ്ഞുങ്ങളെ കൊന്നു. വേറൊരു റൗണ്ടിൽ കയറി ഒരു 10-25 കൊന്നപ്പോഴത്തേനും ഞാൻ വന്നു. അങ്ങനെ ഒരു 625 കുഞ്ഞുങ്ങൾ ഏകദേശം മൊത്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹാച്ചറിയിൽ വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളെ ഫാമിലെത്തിച്ച് വളർത്തി നൽകുകയാണ് സജി. ഒരു കുഞ്ഞിന് 45 രൂപയാണ് വില വരുന്നത്. 28,000 രൂപയുടെ നഷ്ടമുണ്ടായതായി സജി പറയുന്നു. തകിടുകൊണ്ട് മറച്ച വളയങ്ങൾക്കുള്ളിൽ കോഴിക്കുഞ്ഞുങ്ങളെ ലൈറ്റിട്ട് ചൂട് നൽകിയാണ് സംരക്ഷിച്ചിരുന്നത്. ഷെഡിന്റെ തറനിരപ്പിൽ നിന്നും 4 അടിയോളം ഉയരത്തിൽ ഇരുമ്പ് വലകളുണ്ട്. ഇതിനു മുകളിൽ 6 അടിയോളം ഉയരത്തിൽ പ്ലാസ്റ്റിക് വലയാണ് മറയായി ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് വല കടിച്ചു മുറിച്ചാണ് അജ്ഞാത ജീവി അകത്ത് കടന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പുതുതലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിമുക്തി പ്രചരണ പരിപാടി സമാപിച്ചു. പാലായിൽ നടന്ന സമാപന സമ്മേളനം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയെ ലഹരി വർജന ജീവിതത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി നടത്തിവന്ന പ്രചരണ പരിപാടി സമാപിച്ചു. എക്സൈസ് വിമുക്തി മൊബൈൽ
അവയർനെസ് വിഭാഗം ജനുവരി 4-ന് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് 11 എക്സൈസ് റേഞ്ചുകളിലൂടെ കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നടത്തിവന്ന പ്രചരണ പരിപാടികളാണ് സമാപിച്ചത്. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മാൻ പവറാണ്. ആ മാൻ പവറിനെ ഇല്ലാതാക്കാനുള്ള ചില ഗൂഢശക്തികളുടെ ശ്രമമായാണ് ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പോലും ലഹരി കടന്നെത്തിയത്. അതിന് കോവിഡ് ഒരു കാരണമായി, ലോക്ക്ഡൗൺ ഒരു കാരണമായി, മൊബൈൽ ഒരു കാരണമായി. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ആനി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിൻ ബിനോ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭ വികസന സെമിനാറിൽ 13.5 കോടി രൂപയുടെ കരട് പദ്ധതി രേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അവതരിപ്പിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ ആന്റോ പടിഞ്ഞാറേക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന വികസന സെമിനാർ നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു മനു, ഷാജു തുരുത്തേൽ, മായ പ്രദീപ്, ബിജി ജോജോ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലെ അംഗങ്ങൾക്ക് കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് 31 വരെ നീട്ടിയതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 048125855510. സർക്കാരിൽ നിന്നും പ്രതിമാസ സാമ്പത്തിക സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നതും മരണപ്പെട്ടതുമായ 2ാം ലോകമഹായുദ്ധ സേനാനികളുടെ അവിവാഹിതരോ വിധവകളോ ആയ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി ജില്ലാ സൈനികക്ഷേമ ഓഫീസ് വിവരശേഖരണം നടത്തുന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ളവർ നേരിട്ടോ ഫോൺ വഴിയോ ഫോൺ 048123771187. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂരോപ്പടയിൽ 3 മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെ 6 കടകളിൽ മോഷണം. 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. അന്വേഷണം ഊർജിതമാക്കി പാമ്പാടി പോലീസ്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ. കങ്ങഴയിൽ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. 33 ലക്ഷം രൂപ ചെലവ്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ത്രീകൾക്കും സഞ്ചാരികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് മന്ത്രി VN വാസവൻ. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം MG സർവകലാശാലയ്ക്ക്. താരങ്ങൾക്ക് കോട്ടയത്ത് ഉജ്ജ്വല സ്വീകരണം. ടീമിനെ സ്വീകരിക്കാൻ വൈസ് ചാൻസലർ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.